ഭാരതം നെഞ്ചിലെത്തിയ പേരാണ് അല്ലാ രഖ റഹ്മാൻ അഥവാ AR റഹ്മാൻ. റോജയിലെ ആ വിസ്മയം മുതൽ ഓസ്കാർ വേദിയിലെ ജയ്ഹോ വരെ ഇന്ത്യയുടെ ശബ്ദമായിരുന്നു അയാൾ. എന്നാൽ ഇന്ന് റഹ്മാൻ ചർച്ചയാകുന്നത് സംഗീതത്തിന്റെ പേരിലല്ല, മറിച്ച് താൻ ഇരയാണെന്ന ഒരു വിക്ടിം പ്രസ്താവനകളുടെ പേരിലാണ്. 2014 ശേഷം ബോളിവുഡ് തന്നെ മാറ്റി നിർത്തിയെന്നും അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും റഹ്മാൻ പറയുമ്പോൾ അത് സത്യമാണോ, അതോ കാലം മാറുന്നത് തിരിച്ചറിയാത്ത ഒരു കലാകാരന്റെ നിരാശയാണോ? കണക്കുകൾ നിരത്തി നമുക്ക് പരിശോധിക്കാം. റഹ്മാൻ എന്ന സംഗീതജ്ഞനെ ഒരു ഗ്ലോബൽ ഐക്കൺ ആക്കിയത് തമിഴ് സിനിമകളാണോ? ഒരിക്കലുമല്ല. തമിഴിൽ അദ്ദേഹം വിസ്മയങ്ങൾ തീർത്തു എന്നത് സത്യമാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു പാൻ സൂപ്പർ സ്റ്റാർ ആക്കിയത് ബോളിവുഡിലെ വമ്പൻ പ്രൊജക്ടുകളാണ്. രംഗീല, ദിൽ സേ, താൽ, ലഗാൻ ഈ ചിത്രങ്ങളുടെ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് റഹ്മാനെ പ്രതിഷ്ഠിച്ചത് ഉത്തരേന്ത്യൻ ആരാധകരാണ്. രസകരമായ വസ്തുത എന്താണെന്ന് അറിയാമോ? തമിഴിലെ പുതിയ തലമുറ സംവിധായകർ റഹ്മാനെ മാറ്റി നിർത്താൻ തുടങ്ങിയപ്പോൾ പോലും ബോളിവുഡ് അദ്ദേഹത്തിന് വലിയ പരിഗണനയാണ് നൽകിയത്. 2014 ശേഷം തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പരാതിപ്പെടുമ്പോൾ അദ്ദേഹം സംഗീതം നൽകിയ ഹൈവേ, തമാശ, മോഹൻജദാരോ, മാ, മിലി തുടങ്ങിയ സിനിമകളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? തെലുങ്കിൽ അനിരുദ്ധും സന്തോഷ് നാരായണനും തരംഗമാകുമ്പോൾ റഹ്മാൻ പലപ്പോഴും സംവിധായകരുടെ ഫസ്റ്റ് ചോയ്സ് അല്ലാതായി മാറിയിരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമല്ല, ഇൻഡസ്ട്രിയിലെ മാറ്റമാണ്. നമുക്ക് ഡാറ്റയിലേക്ക് വരാം. ഒരാളുടെ വിജയം അളക്കേണ്ടത് അയാളുടെ വാക്കുകളിലൂടെ അല്ല, വർക്ക് ഗ്രാഫിലൂടെയാണ്. 1990 മുതൽ 2010 വരെ റഹ്മാൻ സിനിമകളുടെ എണ്ണത്തിൽ കൃത്യമായൊരു സ്ഥിരത പുലർത്തിയിരുന്നു. 14 മുതൽ 2026 വരെ, അതായത് റഹ്മാൻ ആരോപിക്കുന്ന കാലഘട്ടം, ഈ 12 വർഷത്തിനിടെ അദ്ദേഹം ഏകദേശം ഈ വലിയ സിനിമകൾക്ക് സംഗീതം നൽകി. അതായത് ഇപ്പോഴും വർഷത്തിൽ ശരാശരി 1.5 സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതും പൊന്നിയിൻ സെൽവൻ, 2.0, മൈതാൻ തുടങ്ങിയ കോടികൾ മുടക്കിയ മെഗാ സിനിമകൾ. ചെറുകിട സിനിമകൾ അദ്ദേഹം തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും അവസരം കുറഞ്ഞു എന്ന് പരിതപിക്കുന്നത് ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം തനിക്ക് സിനിമകൾ ലഭിക്കുന്നില്ല എന്ന റഹ്മാന്റെ ആരോപണത്തിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്നത് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകളാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പ്രൊജക്ടുകൾ നോക്കുക. രാമായണം, നിതേഷ് തിവാരി ഒരുക്കുന്ന ഈ ഇതിഹാസ കാവ്യത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ കഥ പറയാൻ പോകുന്നത് റഹ്മാനാണ്. ചാവ, മറാത്ത സാമ്രാജ്യത്തിന്റെ വീരഗാഥ പറയുന്ന കടുത്ത നാഷണലിസം ചർച്ച ചെയ്ത സിനിമ. പിന്നെ അതിന്റെ സംഗീതവും റഹ്മാനാണ്. രാഷ്ട്രീയ വിവേചനം ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈന്ദവ പുരാണങ്ങളും ദേശീയതയും ചർച്ച ചെയ്യുന്ന ഈ സിനിമകളിലേക്ക് റഹ്മാനെ വിളിക്കുമായിരുന്നു. ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രൊജക്ടുകൾ റഹ്മാന്റെ പ്രതിഭയെയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വസ്തയാണ് അദ്ദേഹം രാഷ്ട്രീയ ചായം പൂശി തള്ളിക്കളയുന്നത്. സിനിമയിൽ ആരും ശാശ്വതമല്ല. ഇളയരാജയെ മാറ്റി റഹ്മാൻ വന്നതും ഒരു ജനറേഷൻ ഷിഫ്റ്റ് ആയിരുന്നു. ഇന്ന് ലോകേഷ് കനകരാജോ ആറ്റ്ലിയോ അനിരുദ്ധിനെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചല്ല, മറിച്ച് ഇന്നത്തെ യൂത്തിന് വേണ്ടത് ആ ഫാസ്റ്റ് നമ്പറുകളാണ്. ശങ്കർ എന്ന സംവിധായകൻ പോലും അനിരുദ്ധിനെ തേടി പോകുമ്പോൾ അതിൽ ഏത് വർഗീയതയാണ് റഹ്മാൻ കാണുന്നത്? മെലഡികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാകാത്തത് ആരുടെ കുറ്റമാണ്? റഹ്മാൻ ഇപ്പോഴും ഇന്ത്യയുടെ വികാരമാണ്. അദ്ദേഹത്തെ ഈ രാജ്യം സ്നേഹിച്ചത് മതം നോക്കിയല്ല. പക്ഷേ തന്റെ കരിയറിലെ തിരിച്ചടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആ വ്യക്തിത്വത്തിന് ഒട്ടും ചേർന്നതുമല്ല. നന്ദികേട് ഒരു കലാകാരന് ചേർന്ന വാക്കല്ല.